വയറ് നിറച്ച് ഫുഡ് കഴിക്കൽ, അത് ഇബ്ലീസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അവിടെ ഗസാലി ഇമാം നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, വലൗകാന ഹലാലൻ സ്വാഫിയൻ, ഹലാൽ തന്നെയാണെങ്കിലും അത് മൗലിദിന്റെ ഭക്ഷണ ഉസ്താദ്. ചില ആൾ ന്യായം പറയാവും, ഉസ്താദിന്റെ ബർക്കത്താകുമ്പോൾ അധികം കഴിക്കണോ. ബർക്കത്ത് എല്ലാ കാര്യത്തിലും നമുക്ക് വിശ്വാസം ഇല്ലെങ്കിലും ബർക്കത്തിൽ ഭയങ്കര വിശ്വാസം. ഫുഡ് ഓവറായിട്ട് കഴിക്കരുത്. ഓവറായി ഫുഡ് കഴിച്ചാൽ വരുന്ന ദുരന്തങ്ങൾ 5. 1, ആഖിറത്തെക്കുറിച്ചോ അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി അയാളുടെ കൽബിൽ നിന്ന് നഷ്ടപ്പെടും. 2, അയാൾ ഏത് വഅദ് കേട്ടാലും ഫലം ഉണ്ടാവില്ല. 3, മനുഷ്യരോടുള്ള കരുണ അയാൾക്ക് നഷ്ടപ്പെടും. കാരണം അയാൾ വയറ് നിറച്ച് ഫുഡ് കഴിക്കുന്നതുകൊണ്ട് എല്ലാവരും വയറ് നിറച്ച് വിശപ്പടക്കി എന്നാണ് വിചാരിക്കുക. ആരും പട്ടിണിയിലാണെന്ന് വിചാരിക്കൂല. അയാൾക്ക് കരുണ ഉണ്ടാവില്ല. 4, അയാൾ ആരോട് വയല് പറഞ്ഞാലും മനസ്സിൽ തട്ടൂല. ഒരാളോട് വയല് പറഞ്ഞാലും മനസ്സിൽ തട്ടൂല. മൂപ്പരുടെ വയലിന്, ഉപദേശത്തിന്, വോയിസിന്, വർത്തമാനത്തിന് മക്കൾക്കും അനുയായികൾക്കും ഗ്രൂപ്പിലുള്ളവർക്കൊന്നും കേൾക്കാൻ തോന്നൂല. വയറ് നിറച്ച്. 5ാമത്തെ പ്രശ്നം, ഇബാദത്തിന് മടി വരുന്ന ശരീരമായിരിക്കും മൂപ്പരുടെ ശരീരം. പ്രത്യേകിച്ച് റമദാൻ അല്ലാത്ത കാലത്ത് നമ്മൾ കഴിച്ച ഫുഡിനേക്കാൾ എത്രയോ കുറക്കണം റമദാനിൽ. ഷെഹ്റാൻ ഇമാം പറയുന്നുണ്ട്, അത്താഴ സമയത്തും നോമ്പ് തുറന്റെ സമയത്തും ഓവറായി ഫുഡ് കഴിക്കുന്ന ആള് ഫകഅന്നഹും ലം യസും റമദാൻ, അയാൾ റമദാനിലെ നോമ്പോക്കാത്തവനെ പോലെയാണ്. ചില ആൾ ഇപ്പോഴുണ്ട് അത്താഴത്തിനൊക്കെ ഭയങ്കര വെറുംചോറ്, സാമ്പാർ, പപ്പടം, മോര്, ഇതെന്താ സദ്യ. ഈ ഭാര്യമാർക്കൊക്കെ എന്താ റമദാനിൽ പണി? നമ്മൾ പരമാവധി റമദാനിനെ ഒന്ന് ശരിക്ക് ഏതെങ്കിലും മാളിലോ ബീച്ചിലോ പോയിട്ട് ഇഫ്താറാക്കിയാൽ തെറ്റൊന്നുമില്ല. ഇസ്ലാമിലെ റമദാൻ എന്ന് പറഞ്ഞാൽ ജഗപൊക അല്ല, ഒന്ന് ഒതുങ്ങേണ്ട മാസമാണ്. ആഘോഷങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ച് ഇപ്പൊ പാട്ട് കേൾക്കൽ, നല്ല പാട്ടാണെങ്കിൽ ആ പാട്ട് കേൾക്കൽ തെറ്റൊന്നുമില്ല. പക്ഷെ റമദാന് പാട്ട് കേൾക്കേണ്ട മാസമല്ല. പാട്ടിന് തെറ്റായിട്ടല്ല, റമദാൻ ആസ്വാദനങ്ങളൊക്കെ പരമാവധി മാറ്റി വെക്കുക. റമദാനിൽ ഗീബത്ത് ഒഴിവാക്കൽ സുന്നത്താണ്. ഗീബത്ത് ഒഴിവാക്കൽ സുന്നത്തോ? ഗീബത്ത് ഒഴിവാക്കൽ നിർബന്ധമല്ലേ? അതെ, അതങ്ങനല്ല. റമദാനാണെന്ന് കരുതിയിട്ട് ആ വർത്താനം അങ്ങോട്ട് ഒഴിവാക്കിയാൽ ഫർളിന്റെ കൂലി ഓൾറെഡി കിട്ടും, പിന്നെ റമദാനെ പരിഗണിച്ച് ഒരു സുന്നത്തിന്റെ കൂലി കിട്ടും. അതാണ് പറയുന്നത്. റമദാൻ ആയതുകൊണ്ട് അതെല്ലാം മാറ്റി വെക്കണോ? ഇത് 28-ന് സൈൻതാത്ത പറഞ്ഞതിന് ഇഫ്താർ, 29-ന് കരീം കാക്ക പറഞ്ഞതിന്, പിന്നെ 27-ന് ഉമ്മാമയുടെ അടുത്ത് എപ്പോൾ ഉണ്ട്. ഇത് എന്തെടുക്കത്? റമദാൻ എന്ന് പറഞ്ഞാൽ തീന്മേശ നിറയേണ്ട മാസമല്ല. അതാണ് ഹദ്ദാദ് ഇമാം പറഞ്ഞത്, ഓവറായി ഫുഡ് കഴിക്കുന്നതുകൊണ്ടാണ് പലർക്കും റമദാനിന്റെ ഒരു ആത്മീയത കിട്ടാത്തത്, ഒരു രസം, മധുരം കിട്ടാത്തത്. അഥവാ ഇഫ്താറിന്റെ സമയത്തുള്ള കടികള് ഇപ്പം തിന്നാൻ കഴിയുന്നില്ലെങ്കിൽ പിന്തിച്ച് ഇശാ കഴിഞ്ഞിട്ട് തിന്നാൻ മാറ്റി വെക്കല്ലോ ചെയ്യും. ശരിക്കും നമ്മളെ പ്ലേറ്റിലുള്ള ഒരു സമൂസ അപ്പുറത്തേക്ക് കൊടുത്താൽ മീസാന്റെ തട്ടിൽ അത് വലിയ കനമുണ്ടാവും, ഉഹദ് മലയോളം. നമ്മൾ തന്നെ നിന്ന ക്ലോസറ്റിലേക്ക് പോകും. വേറെ പ്രത്യേകിച്ച് മെച്ചൊന്നുമില്ല.